ദേശാഭിമാനി മുഖപ്രസംഗം 2024 മെയ് 31. മോദി അവഹേളിച്ചത് മഹാത്മാഗാന്ധിയെ. വർഗീയ വിദ്വേഷ പ്രചാരണത്തിൻ്റെയും ചരിത്ര നിഷേധത്തിൻ്റെയും പ്രതീകമാണ് സംഘപരിവാർ മൂശിയിൽ വാർത്തെടുക്കപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങളിലെല്ലാം തരംതാണ വിദ്വേഷ പ്രചാരണകരായി മാറുകയായിരുന്നു മോദി. ചരിത്രത്തെ വളച്ചൊടിക്കുക മാത്രമല്ല, വ്യാജ ചരിത്ര നിർമ്മിതിക്ക് കൂടി നേതൃത്വം നൽകിയ മോദി ചരിത്രബോധവും ശാസ്ത്രാവബോധവും ഇല്ലാത്ത ആളാണെന്ന് സ്വയം വെളിപ്പെടുത്തിയിട്ടുണ്ട് പലവട്ടം. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ലോകം അറിയില്ലെന്ന് പറഞ്ഞ് അവഹേളിച്ചിരിക്കുകയാണിപ്പോൾ. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെയുടെ യഥാർത്ഥ ശിഷ്യനാണ് താനെന്ന് സ്വപ്രഖ്യാപിത വിശ്വഗുരു ഇതിലൂടെ തെളിയിച്ചു. ബ്രിട്ടീഷ് സംവിധായകൻ റിച്ചാർഡ് ആറ്റംബറോയുടെ ഗാന്ധി സിനിമ 1982 പുറത്തിറങ്ങും വരെ മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞിരുന്നില്ലെന്നാണ് ABP ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞത്. 75 വർഷത്തിനിടെ ഗാന്ധിജിയെക്കുറിച്ച് ലോകത്തെ മുഴുവൻ അറിയിക്കേണ്ട ഉത്തരവാദിത്തം രാജ്യത്തിനുണ്ടായിരുന്നില്ലേ? ആരും അദ്ദേഹത്തെ അറിഞ്ഞില്ല. മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയും ലോകം തിരിച്ചറിഞ്ഞെങ്കിൽ അവരെക്കാൾ ഒട്ടും പുറകിലല്ലാത്ത ഗാന്ധിജിക്ക് എന്തുകൊണ്ട് ആ അംഗീകാരം കിട്ടിയില്ല? ലോകമാകെ സഞ്ചരിച്ച ശേഷമുള്ള അനുഭവമാണ് പറയുന്നതെന്നും മോദി തട്ടിവിട്ടു. 1930 മുതൽ തന്നെ രാജ്യത്തിൻ്റെയും ലോക മാനവരാശിയുടെയും ചിന്തയിലും ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമായിരുന്നു ഗാന്ധിജി. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപരാണെന്ന് അഹങ്കരിച്ച ബ്രിട്ടീഷ് കൊളോണിയൽ യജമാനന്മാരെ മുട്ടുകുത്തിക്കുന്നതിൽ ഗാന്ധിജിയുടെ നേതൃപാടവം ലോക ജനത അംഗീകരിച്ചതാണ്. മൂന്നാം ലോക രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ആവേശവും പ്രചോദനവുമായത് ഗാന്ധിജിയായിരുന്നെന്ന് ലോക ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് രാമൻ എന്ന് പറഞ്ഞാൽ റഹീമും കൂടിയാണ് എന്ന് ഉറക്കെ പറഞ്ഞതിന് മോദിയുടെ മുൻഗാമികൾ കൊല ചെയ്ത മഹാത്മാഗാന്ധിയുടെ പാഠങ്ങൾ വർഗീയതയ്ക്കെതിരായ സമരത്തിൻ്റെത് കൂടിയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ വിജയത്തിലെത്തിയ 2 സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരവും അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റും. മനുഷ്യാന്തസ് എന്ന ഒരൊറ്റ വിഷയത്തിൽ നടന്ന ഈ പോരാട്ടങ്ങൾ വിജയത്തിലെത്തിയത് ആയിരക്കണക്കിന് മനുഷ്യർ സ്വന്തം ജീവൻ ബലി കൊടുത്താണ്. ലോകശ്രദ്ധ നേടുകയും എല്ലാവരുടെയും പിന്തുണ ആർജിക്കുകയും ചെയ്ത മഹത്തായ ഈ പോരാട്ടങ്ങളുടെ പ്രചോദനം മഹാത്മാഗാന്ധിയായിരുന്നെന്ന് പറഞ്ഞത് യഥാക്രമം നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങുമായിരുന്നു. കൂടുതൽ നന്മയുള്ളവരാകുക എന്നത് കൂടുതൽ അപകടകരമാണെന്നായിരുന്നു ഗാന്ധിജിയെ ഗോഡ്സെ വെടിവെച്ചു കൊന്നപ്പോൾ ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞത്. മജ്ജയും മാംസവുമായി ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നെന്ന് വരും തലമുറകൾ വിശ്വസിക്കില്ലെന്ന് ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീനും പറഞ്ഞു. 1940 തന്നെ ഗാന്ധിജി ലോകമാകെ ആദരിക്കപ്പെട്ടിരുന്നെന്ന് ബെർണാഡ് ഷായുടെയും ഐൻസ്റ്റീൻ്റെയും വാക്കുകളിൽ വ്യക്തം. സ്വാതന്ത്ര്യ സമ്പാദനത്തിൻ്റെ നിമിഷങ്ങളിൽ വർഗീയതയുടെ അഴിഞ്ഞാട്ടത്തിൽ മനംനൊന്ത് മനുഷ്യനെ ഒന്നിപ്പിക്കാനുള്ള സ്നേഹമന്ത്രവുമായി ഗാന്ധിജി നവഖാലിയിലും ഡൽഹിയിലും സഞ്ചരിച്ചതിനാണ് വർഗീയവാദികളെ കൊലപാതക പദ്ധതിയുടെ ഇരയായി രക്തസാക്ഷിത്വം വരിച്ചത്. ഗോഡ്സെ നടപ്പാക്കിയത് സവർക്കറുടെ പദ്ധതിയായിരുന്നു. സവർക്കറെ രാഷ്ട്രീയ ഗുരുവായി പരസ്യമായി പ്രഖ്യാപിച്ചയാളാണ് ഇന്ത്യയുടെ ചെങ്കോലേന്തി രാഷ്ട്രീയത്തെ മതവൽക്കരിച്ച് ഗാന്ധിജിയുടെ മഹത്വത്തെപ്പറ്റി പറയുന്നത്. അക്രമോത്സുകമായ ഹിന്ദുത്വ രാഷ്ട്രീയം കെട്ടിപ്പടുക്കുന്നതിലും ഗാന്ധിജിയെ വധിക്കുന്നതിലും ഏറ്റവും വലിയ പങ്കുവഹിച്ച സവർക്കറെ വീരപുരുഷനാക്കുകയും ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഗീതാ പ്രസിന് ഗാന്ധി സമാധാന സമ്മാനം കൊടുത്ത് ആദരിച്ചതും മോദി സർക്കാരാണ്. 1982 മുമ്പ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് അറിയാത്ത ഏതു നാട്ടിലാണ് മോദി ജീവിച്ചത്? മഹാത്മാഗാന്ധിയുടെ പൈതൃകം തകർത്തതും തകർക്കുന്നതും മോദിയും സംഘവുമാണ്. വാരണാസിയിലെയും ഡൽഹിയിലെയും അഹമ്മദാബാദിലെയും ഗാന്ധി സ്ഥാപനങ്ങൾ താർത്തത് ഇതിൻ്റെ ഭാഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2 ഘട്ടം കഴിഞ്ഞതു മുതൽ അധികാരത്തിൽ തിരിച്ചു വരില്ലെന്ന് ബോധ്യമായതോടെ വിളറിപ്പോണ്ട പ്രധാനമന്ത്രി എന്തും വിളിച്ചു പറയുന്ന സ്ഥിതിയിലെത്തി. രാജ്യത്തെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ളതും ആളുകളുടെ ബുദ്ധിശക്തിയെയും ചരിത്രത്തെയും ചോദ്യം ചെയ്യുന്നതുമായ കളവുകളും വ്യാജങ്ങളും വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളും പ്രസ്താവനകളുമാണ് ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിരവധി അസംബന്ധങ്ങളാണ്. ഇതിനു പിന്നാലെയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ 2 ദിവസം ധ്യാനമിരിക്കുന്നത്. ഇത്തരം ആഭാസങ്ങൾക്കെതിരെ ജനങ്ങൾ മറുപടി നൽകുക തന്നെ ചെയ്യും.